ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം അതിനു മുൻപ് വരെ നടന്ന ഒരുപാട് കോമഡി, നിങ്ങളെ രണ്ടുപേരെയും ഗബ്രിയും ജാസ്മിനെയും വെച്ചിട്ടുള്ള ഒരുപാട് കോമഡി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. അതും വളരെ വലിയ രീതിയിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള കോമഡി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരത് കണ്ടിട്ടുണ്ടാകാം, എന്താണ് അവരൊക്കെ പറഞ്ഞത് ആ സമയത്ത്? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരുപാട് ട്രോളുകളുണ്ട്. ട്രോളിങ് ഇസ് ഓൾവേസ് ഫൺ ബിക്കോസ് എന്തെങ്കിലും കാമ്പുള്ളൊരു സാധനത്തിനെ അല്ലെങ്കിൽ വിവാദമായിട്ടുള്ളൊരു സാധനത്തിനെ എടുത്തേ അത് ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര രസകരമായിട്ട് ചെയ്യാനും പറ്റും, ഹേർട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ചാനൽസിൽ ഒരു ചാനൽ ഷോയിൽ നടന്നിട്ടുള്ളൊരു സ്കിറ്റ് ഞാൻ കണ്ടിരുന്നു. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്കിറ്റായിരുന്നു ആ ഷോയിൽ നടന്നിട്ടുള്ള സ്കിറ്റ്. കാരണം രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനെ എടുത്ത് ആ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിഫെയിം ചെയ്ത് അതിലൊരു സെക്ഷൽ എലമെന്റ്, ഒരു വൾഗർ എലമെന്റ് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത്, ഓവർ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. മെലോ ഡ്രാമയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്, അത് സെക്ഷുവലൈസ് ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനും ജാസ്മിനും തമ്മിലുള്ളത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ എന്താണെങ്കിലും, പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും അത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അതിലൊരു സെക്ഷുവൽ എലമെന്റ് എനിക്ക് ആ വീട്ടിൽ വെച്ച് തോന്നിയിട്ടില്ല. പക്ഷേ അതിലൊരു എന്താ പറയുക, ലൈംഗികമായിട്ടൊരു ചൊവ്വ അതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ആ സ്കിറ്റിൽ തന്നെ, ഞാൻ കണ്ട ആ സ്കിറ്റിൽ തന്നെ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫണ്ണി എനിമോർ. അതൊരു കോമഡി സ്കിറ്റ് അല്ല, പിന്നെ അത് വെറുതെ എന്തൊക്കെയോ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഒരു സാധനം മാത്രമാണ്. ഈ രണ്ട് വ്യക്തികളെ റിലേറ്റ് ചെയ്ത ആളുകൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതൊരു എന്താ പറയുക തമാശ. ഒരു മനുഷ്യന്റെ മിസറി ആണല്ലോ മറ്റൊരാളുടെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഇൻസെൻസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഫാമിലിനെ ആണെങ്കിലും അത് കുറച്ച് എഫക്ട് ചെയ്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കാരണം കേക്കിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എവ്രിബഡി വിൽ വോണ്ട് എ പീസ് ഓഫ് ദാറ്റ് കേക്ക്. എല്ലാവർക്കും അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. വിറ്റുപോണ കോണ്ടന്റ് എല്ലാവരും വിൽക്കട്ടെ, നല്ല കാര്യം. ശരി ഗബ്രി, നിങ്ങളുടെ ഈ ഒരു കോംബോ കാരണമാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഗബ്രിക്ക് ഉണ്ടായ സൈബർ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു. അതേപോലെ തന്നെ ജാസ്മിനും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വിമർശകരുണ്ടായത് ഒരുപക്ഷെ നിങ്ങളുടെ കോംബോ കാരണമാണെന്നാണ് വിമർശകരടക്കം പറയുന്നത്. അപ്പോൾ വിവാഹം മുടങ്ങിയെന്നുള്ള ആരോപണങ്ങൾ വരുന്നു, ഇതൊക്കെ ഇതിന് പിന്നാലെ വന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നോ ഇത്രമാത്രം വേണ്ടിയിരുന്നില്ല, ഒരു കുറ്റബോധം തോന്നിയിരുന്നോ ജാസ്മിനെ അടക്കം, തന്റെ അടുത്ത സുഹൃത്തിനടക്കം ഇത്രമാത്രം വിമർശനങ്ങളിലേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ ഒരു സൗഹൃദം കൊണ്ടാണ്, ഒരു കോംബോ കൊണ്ടാണ്, അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു നിമിഷം തോന്നിയിരുന്നോ ഗബ്രിക്ക്? ഒരിക്കലുമില്ല. ആ വീടിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ വീട്ടിൽ ജസ്റ്റിഫൈഡ് ആണ്, ആ വീട്ടിൽ ജസ്റ്റിഫൈഡ് ആണ്. കാരണം ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സപ്പോർട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും നമ്മൾക്ക് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്, അത്രയും പ്രഷറിൽ നിൽക്കുന്ന സമയത്ത്, ഞാൻ അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരുപാട് എൻ്റെ അകത്തുള്ള ഇമോഷൻസ് അങ്ങനെ പുറത്ത് തുറന്നു കാണിക്കുന്ന ഒരാളല്ല. ഗതി കെട്ടാൽ മാത്രമേ എൻ്റെ ഇമോഷൻസ് പുറത്ത് വരുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ അകത്ത് തളർന്നു പോയിട്ടുള്ള എന്താ പറയാ, നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തിച്ചിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും നമുക്കൊരു കൈത്താങ്ങായിട്ട് ഒരു ബലം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എടാ സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ചോറ് കൂട്ടി തന്നിട്ടുള്ളതും, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുള്ളതും, അസുഖം വന്ന സമയത്ത് മരുന്ന് കഴിപ്പിച്ചിട്ടുള്ളതും, കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളതും എൻ്റെ സുഹൃത്തായിട്ടുള്ള ജാസ്മിൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ അതിൽ എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നില്ല. കാരണം കുറച്ചുകൂടി എനിക്ക് ഈ സദാചാരബോധം ഉള്ള ആളുകൾക്ക് എതിരെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഞാൻ നിന്നിട്ടുള്ളത്. എനിക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെ ആഴ്ചയോ തന്നെ മനസ്സിലായിരുന്നു ഇതിൽ ഒരു നെഗറ്റീവ് സെൻസിൽ ആളുകൾ എടുക്കുന്നുണ്ട്, ഇതിനെ വേറൊരു തലത്തിലേക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ, രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള കാര്യമാണ്. അതിൽ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിലൊരു മൂന്നാമതൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രവർത്തികളും ഞങ്ങൾ ആ വീട്ടിൽ ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. സ്നേഹത്തിന്റെ പുറത്തും അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പുറത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. വളരെ പ്യുവർ ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അവിടെ ഉള്ളത്. അതിൽ നോ റിഗ്രറ്റ്സ്, അബ്സല്യൂട്ട്ലി സീറോ റിഗ്രറ്റ്സ്.